Hi, good morning. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram. Welcome to you all. Hi. ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയി. ഇന്ന് രാത്രി കുർബാനയ്ക്ക് പോയായിരുന്നു, എങ്കിലും പള്ളി രാവിലെ പോകേണ്ടത്. അത് കഴിഞ്ഞ് ഇവിടെ ഓടിമതേ ബൈപ്പാസ് നടക്കാൻ വന്നു. അപ്പോൾ തോന്നി നിങ്ങളുമായിട്ടൊന്ന് സംവദിക്കണം, നമ്മുടെ വീഡിയോ ഇന്നത്തെ മുടക്കണ്ട എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്നലെ നിങ്ങൾ നമ്മുടെ നാഷണൽ ഇൻ്റർനാഷണൽ പ്രോഗ്രാംസൊക്കെ കണ്ടാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ ഭാരതം, നമ്മുടെ കേരളം ഇതുമാത്രം ഉയർന്നു പോയെന്നല്ലേ. വളരെ ഹാപ്പി ആയിട്ട് തോന്നി, എനിക്ക് സന്തോഷം തോന്നി. കാരണം നമ്മുടെ കേരളം മറ്റുള്ളവർക്ക് മാതൃകയായി വന്നിരിക്കുകയാണ്. പട്ടിണിയിൽ നിന്നകന്ന് വികസനത്തിലൂടെ നീങ്ങി പരിഷ്കൃതവും സാംസ്കാരികവുമായ ഉന്നതിയിലൂടെ കടന്നുപോയി സാങ്കേതിക മേന്മയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും ഉപയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സ്ഥിതിയിലേക്ക് നമ്മളെല്ലാം എത്തിച്ചേർന്നല്ലേ. സന്തോഷമല്ലേ? യെസ്, വി ആർ ഹാപ്പി. അപ്പോൾ അതിന് നമ്മളെ കൊച്ചുമക്കളും മക്കളുമൊക്കെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ദേശത്തും വിദേശത്തുമായി അവർ അധ്വാനിക്കുകയും നേട്ടങ്ങൾ കൊയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്, സത്യം തന്നെ. പക്ഷെ അതിന് ഉപോത്പന്നമായി നാം ചെയ്യുന്നത് എന്താ? അവർക്ക് ഹൈ ക്ലാസ് ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, ഹൈ ക്ലാസ് ഓഫ് കൾച്ചറൽ ഇൻ്റർഫിയറൻസ് കൊടുക്കുന്നു, നോളജ് കൊടുക്കുന്നു, എല്ലാ തരത്തിലും ഒരു വെൽ ഫിറ്റഡ് മാനാക്കി മാറ്റുന്നത് അല്ലേ. അതിനുവേണ്ടിയാണ് ഇന്നലെ നമ്മൾ വീഡിയോ പറഞ്ഞ പോലെ കുഞ്ഞിലെ തന്നെ അവരെ മാർഷ്യൽ ആർട്സൊക്കെ പഠിപ്പിക്കണം, നീന്തൽ പഠിപ്പിക്കണം, മാർഷ്യൽ ആർട്സ് കരാട്ടെയോ കുങ്ഫു എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കണം. അതുപോലെ ലാംഗ്വേജസ്, ഫ്രഞ്ച്, ജർമ്മൻ, ജാപ്പനീസ്, ചൈനീസ് അതിൻ്റെ 2-3 ചെറുപ്രായത്തിൽ പഠിച്ചാൽ പെട്ടെന്ന് പഠിച്ചു പോകും. അങ്ങനെ പഠിപ്പിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ വരുമ്പോൾ ഗുണം എന്നാന്ന് വെച്ചാൽ അവൻ ഏത് രാജ്യത്ത് ചെന്നാലും അവൻ ആ രാജ്യം അവൻ്റെയും കൂടെ ആണെന്ന് തോന്നും. അപ്പോൾ നമുക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ്റെയാണ്. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പം ഇപ്പം നമ്മൾ ഖത്തറിൽ പോയപ്പോഴോ ദുബായി പോയപ്പോൾ നമുക്ക് നമ്മുടേതായൊരു ബേസ് അവിടെ ഉണ്ട്, ഒരു സ്പേസ് അവിടെ ഉണ്ട്. കാരണം നമുക്ക് ലാംഗ്വേജ് ഉണ്ട്, കൾച്ചറുണ്ട്, ഹെൽത്ത് ഉണ്ട്. Health is more important. The meantime, we know how to mingle with the different people in different countries. അതൊക്കെ ഈ മഹത്തായ കേരളത്തിൽ നിന്ന് കിട്ടിയ. അതുകൊണ്ടാണ് കോട്ടയത്ത് ജീവിക്കുന്ന അതേ ലാഭത്തോടു കൂടി ഡൽഹിയിലും ബോംബെയിലും ഫ്രാൻസിലും ഇറ്റലിയിലും അമേരിക്കയിലൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അതാണ് കാര്യം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല വസ്ത്രം കൊടുക്കുന്നു, നല്ല സ്കൂളിൽ ഒരു കാര്യം, അത് മാത്രം പോരാ. നമ്മൾ അവരുടെ മറ്റു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്നും പറഞ്ഞ് അവരെ ഒത്തിരി ഉപദേശിച്ച് കുളവാക്കരുത്, സ്ട്രെസ്സ് കൊടുക്കരുത്. അവർക്ക് തന്നെ തോന്നണം, പപ്പ ഞാൻ ഫ്രഞ്ചോ ജർമ്മനോ ഒന്ന് പഠിക്കട്ടെ, അല്ലെ ഞാൻ സ്കൂളിൽ കരാട്ടെ ഉണ്ട്, അല്ലെ പുറത്തുണ്ട്, ഒന്ന് പഠിക്കട്ടെ എന്ന് തോന്നിപ്പിക്കണം. അതുപോലെയാണ് ഇപ്പോൾ നമുക്കറിയാം ബുദ്ധിമാന്മാരായ ഡിപ്ലോമാറ്റ്സ് എന്താ ചെയ്തത്. അവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അവർ കുറിച്ച് വെക്കും. പക്ഷേ അവരെന്നിട്ട് ടോക്കിലൊക്കെ ചെറിയ ബോൾ പൊട്ടിക്കും. അവസാനം അവൻ്റെ സബോർഡിനേറ്റ്സ് തന്നെ പറയും, സാർ നമുക്ക് ഇന്നത് ചെയ്താൽ നന്നായിരുന്നു, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ. അപ്പോൾ സാറ് പറയും, ആലോചിക്കാം, നോക്കട്ടെ. ചുമ്മാ അയാളുടെ മനസ്സായിട്ടത് ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാണ്. കാരണം അയാളുടെ ആശയം അയാളെ കുത്തിവെച്ച് ഇവനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുക. എന്നിട്ട് വെയിറ്റ് ഇട്ടിട്ട് ശരി നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ നടപ്പാക്കും. അപ്പം ഒരു ഫീലിംഗ് അവിടെ ഉണ്ട്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. എന്താണെന്നറിയോ, സബോർഡിനേറ്റ്സിൻ്റെ മുഴുവൻ സപ്പോർട്ട് ആ വിഷയത്തിലുണ്ട്. ഓഫീസർ അടിച്ചേൽപ്പിച്ചതല്ല, അല്ലേ ഒരു വൈദികൻ അടിച്ചേൽപ്പിച്ചതല്ല, ഇടവകയുടെ ആകെ സ്വപ്നമാണ് എന്നത് പ്രതിഫലിപ്പിക്കുക. അതാണ് അതിൻ്റെ ഏറ്റവും പുതിയ മോഡേണായിട്ടുള്ള ടെക്നോളജി. ഇതെൻ്റെയും കൂടി ആണെന്നുള്ള തോന്നൽ വരുമ്പോൾ നമ്മളതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യും, അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ വളർന്നു വരട്ടെ, ഭാരതത്തിൻ്റെ ഈ ഉയർച്ചയ്ക്കൊത്ത് ജീവിക്കട്ടെ. പിന്നെ നമ്മുടെ യൂത്ത്
പക്ഷേ ഇങ്ങനെ ഒരു ബഹുഭൂരിപക്ഷം യൂത്ത് പോകുമ്പോഴും കുറച്ച് പേര് ഈ തോറ്റോടികൾ എന്നൊക്കെ പറയുന്നതിൽ കുറച്ച് പേര് പുറകോട്ട് പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അവരെ കൂടെ ഈ ഗവൺമെൻറ് ശ്രദ്ധിക്കണം. അവർക്ക് ആവശ്യമായ പരിശീലനം കൊടുക്കണം. മുടന്തന്മാരെ നമ്മൾ ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, 99 ആട് കൂടെ നിൽക്കുമ്പോഴും കാണാതെ ആടിനെ പുറകെ പോയെന്ന് പറഞ്ഞല്ലേ. ഈ മുടന്തന്മാരാണ് ക്രിമിനലുകളായും കൊട്ടേഷൻകാരായിട്ട് വരുന്നത്. അവരെ അതിലേക്ക് പറഞ്ഞു വിടാതെ അങ്ങനെ പുറകോട്ട് പോകുന്നത് കാണുന്ന ആളുകളെ സാമ്പത്തികമായോ മറ്റു കാരണങ്ങളാലോ പഠനത്തിൽ നിന്നോ അല്ലെങ്കിൽ അവൻ്റെ ആ ഫ്ലോ ഓഫ് യൂത്തിൽ നിന്നോ മാറുന്നതായി കണ്ടാൽ അവരെ സഹായിക്കാൻ ഗവൺമെൻറ് പദ്ധതികൾ കൊണ്ടുവരണം. അവർക്ക് അവരുടെ ബുദ്ധിക്കനുസരിച്ച് കോഴ്സുകൾ ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ചേർത്ത് പിടിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തണമെന്നാണ് എനിക്ക് ഏത് കാര്യത്തിലും ഇടപെടുന്ന വളരെ സെൻസിറ്റീവായൊരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഈ വിഷയം. എന്നുവെച്ചാൽ ഏത് ഗ്രാമത്തിലായാലും 5 or 6 പേര് അവർ വിദേശത്ത് പഠിക്കാൻ പോകുന്നില്ല, നല്ല ജോലികൾക്ക് ശ്രമിക്കുന്നില്ല, ഒരു PSC കോച്ചിങ്ങിന് പോലും ശ്രമിക്കുന്നില്ല. അവനിങ്ങനെ നടക്കും, കറങ്ങിത്തിരിഞ്ഞ് നടക്കും. അപ്പോൾ കൂട്ടുകാരെ കൂടി 50 രൂപയായിട്ട് പിരിവിട്ട് ഒരു പൈൻറ്റ് മേടിച്ചടിക്കും. അവരുടെ ലോകം അതാ. അങ്ങനെ ഇരിക്കുമ്പോൾ അടിക്കാൻ കാശില വരുമ്പോഴാണ് കൊട്ടേഷൻ ഒരാൾ ഒന്ന് പറയുന്നത്, ചെയ്താ എന്നെ ഒരാൾ അപമാനിച്ചു, അവനെ ഒന്ന് കൈകാര്യം ചെയ്യണം, കൊല്ലുകയും വേണ്ട, കയ്യും കഴുകും ഒടിക്കണ്ട, പക്ഷേ ഒരു 4 അടി കൊടുക്കണം, 25,000 രൂപ. ഈ കൊട്ടേഷൻ തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പം അതിലേക്ക് പോകാതെ ആ യുവാക്കളെ കൊട്ടേഷൻ ഗാങ്ങിൽ പെട്ടവരെ പോലും പെടാൻ സാധ്യതയുള്ളവരെ പോലും കണ്ടെത്തി അവരെ സമൂഹത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് ശ്രമിക്കണം, എക്സൈസുകാർ ശ്രമിക്കണം, ഗവൺമെൻറ് ശ്രദ്ധിക്കണം, ലോക്കൽ സെൽഫ് LSGDC ശ്രമിക്കണം. അങ്ങനെ വന്നാൽ അവരെ കൂടി നമുക്ക് പ്രയോജനപ്പെടുത്താം. മിക്കപ്പോഴും ഇങ്ങനെ ഈ അപകർഷതാബോധം കൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ടോ കുടുംബത്തിൽ സമാധാനം സന്തോഷമില്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ടോ ആയിരിക്കാം ഒരുപക്ഷെ അവരങ്ങനെ ആയത്. ആ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ നേർവഴിക്ക് നയിച്ചാൽ ഏറ്റവും മിടുക്കരവരായിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, എനിക്കറിയാം, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറയാറുണ്ട്, ഒരു കോളേജിലെ ഭയങ്കര ഉഴപ്പന്മാരായിരുന്നു ഒരു ടീം. അവർ പ്രിൻസിപ്പാളിനെ പോലും പശു എന്ന് വിളിച്ചിരുന്ന, അപ്പം പശു എന്ന് പറയുമ്പോൾ അറിയാം ഏത് കോളേജ് നിങ്ങൾക്ക് അറിയാമല്ലോ, വിളിച്ചിരുന്ന കുറേ തൻ്റെ അടികളായ ചെറുപ്പക്കാർ. എന്നും പ്രാക്കാം പ്രൊഫസർമാർ, ഇവരൊന്നും ഗതി പിടിക്കുക. പക്ഷേ അവസാനം ഈ പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെ ഉഴപ്പന്മാരായിട്ട് നടന്നവന്മാരെല്ലാം വലിയ വലിയ പദവിയിലായി, അവർ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായി. പക്ഷെ അന്ന് പുസ്തകം പഠിച്ചിരുന്ന ആളുകളൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീണ്ടും 10, 14, 15 വർഷം എടുത്തു എന്നാണ്. അപ്പം ഇവരൊക്കെ സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ്. അപ്പോൾ അവർക്ക് ആവശ്യമായ ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി. പുറകോട്ട് മുടന്തനായി പോയ ആ കുഞ്ഞാടുകളെ തട്ടി തലോടി മുമ്പോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് സമൂഹത്തിൽ അവരെയും പ്രയോജനപ്പെടുത്താം. ഗവൺമെൻറ് അതിനുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിക്കണം. തീർച്ചയായിട്ടും ഏതൊരു ഗവൺമെൻറ്റും എന്ന പോലെ സമർത്ഥരായവർക്കും സമർത്ഥരാകാൻ സാധ്യതയുള്ളവർക്കും വേണ്ടി പ്രോജക്ട്സും പദ്ധതികളും ധാരാളം കൊണ്ടുവരുന്നുണ്ട്. നല്ലത് തന്നെ, തീർച്ചയായിട്ടും അങ്ങനെ വേണ്ടത്. ബഹുഭൂരിപക്ഷം വരുന്നവർ ആ ക്ലാസ്സിൽ പെട്ടവരാണ്. പക്ഷെ പിന്തള്ളപ്പെട്ടു പോകുന്നൊരു 2 to 3% ഉണ്ട്. അവരാണ് പിന്നെ വലിയ ഗുണ്ടകളും വഴക്കാളികളും ചെറിയ പ്രശ്നത്തിന് പോലും വലിയ കലാപം ഉണ്ടാക്കുന്നവരും സൈഡ് കൊടുത്തിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടർ ഡ്രൈവറെ മർദ്ദിക്കുന്നവരൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പം അവരെ ശ്രദ്ധിക്കണം, അവരെ കൂടി കൂട്ടിച്ചേർത്ത് നമ്മുടെ നാടിൻ്റെ സമഗ്ര വികസനം നമുക്ക് സാക്ഷ്യമാക്കണം. തീർച്ചയായിട്ടും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഒത്തൊരുമിക്കാം. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. Bye bye.